പ്രതിരോധ നയതന്ത്ര പോരാട്ടത്തിൽ റഷ്യ പരാജയപ്പെട്ടു പോയോ? റഷ്യയെ പരാജയപ്പെടുത്തുന്നതിൽ മുന്നിട്ട് നിന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണോ, അതോ അമേരിക്കയുടെ ഗൂഢതന്ത്രങ്ങളാണോ ഇതിനു പിന്നിൽ? പ്രതിരോധ നയതന്ത്ര പോരാട്ടത്തിൽ റഷ്യക്ക് എവിടെയാണ് നഷ്ടം സംഭവിച്ചത്? നമുക്കറിയാം, റഷ്യൻ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഒരു കാലത്തെ ലോകത്തിന്റെ ആകാശം മുഴുവൻ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. ലോകത്തിന്റെ പകുതിയും അമേരിക്കയിൽ നിന്നാണ് യുദ്ധവിമാനങ്ങൾ വാങ്ങിയിരുന്നത്. ബാക്കിയുള്ള പകുതി റഷ്യയുടെ സാങ്കേതിക വിദ്യയാണ് ആശ്രയിച്ചിരുന്നത്. യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ അമേരിക്കയുമായി മത്സരിക്കുന്ന ഒരു രാജ്യവും റഷ്യയാണ്. എന്നാൽ ഇപ്പോൾ പ്രതിരോധ വിപണി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏഷ്യയിലെ ഒരു ഡസനിലധികം രാജ്യങ്ങളിൽ സുഖോയ് 30 വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് റഷ്യൻ തന്ത്രപരമായ ശക്തിയുടെയും സാങ്കേതിക വിദ്യയുടെയും ഒരു നല്ല ഉദാഹരണമാണ്. എന്നാൽ ഇപ്പോൾ റഷ്യയുമായി അടുപ്പമുള്ള രാജ്യങ്ങൾ പോലും റഷ്യൻ ആയുധങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഇത് റഷ്യയുടെ കുറഞ്ഞു വരുന്ന ആധിപത്യമായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യ റാഫേൽ വാങ്ങിയത് റഷ്യക്ക് ഒരു തന്ത്രപരമായ പരാജയം തന്നെയായിരുന്നു. ഇപ്പോൾ ഇതാ ഈ പട്ടികയിലേക്ക് മറ്റൊരു രാജ്യം കൂടി എത്തിയിരിക്കുകയാണ്. റഷ്യയുടെ ഏറ്റവും വലിയ ഉപഭോക്താവായ രാജ്യമായിരുന്നു വിയറ്റ്നാം. വിയറ്റ്നാമും ഇപ്പോൾ റാഫേൽ യുദ്ധവിമാനങ്ങളിൽ താല്പര്യം കാണിച്ചിരിക്കുകയാണ്. എന്നാൽ വിയറ്റ്നാമിന്റെ വ്യോമസേനയിലെ എല്ലാ വിമാനങ്ങളും റഷ്യൻ വംശജരായിരുന്നു. ഇതിൽ 16 സുഖോയ് 22 M4 ആക്രമണ വിമാനങ്ങളും അതേപോലെ തന്നെ 9 Su-22 UM-3K പരിശീലകരും, 5 Su-27 SK യുദ്ധവിമാനങ്ങൾ, 5 Su-27 UBK പരിശീലകർ, 35 Su-30 MK2 മൾട്ടിറോൾ യുദ്ധവിമാനങ്ങൾ തുടങ്ങിയവയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് മാത്രമല്ല, വിയറ്റ്നാമിന്റെ സൈന്യം, നാവികസേന, മറ്റ് സൈനിക ശാഖകൾ എന്നിവരും ധാരാളം റഷ്യൻ ആയുധ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. 2022 റഷ്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് ആയുധ ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കുമെന്ന് വിയറ്റ്നാം സൂചിപ്പിച്ചിരുന്നു. അതിപ്പോൾ യാഥാർത്ഥ്യമായി മാറുകയാണ്. റാഫേൽ യുദ്ധവിമാനങ്ങളുടെ വിതരണവുമായി ബന്ധപ്പെട്ട് വിയറ്റ്നാമും ഫ്രാൻസും തമ്മിലുള്ള ചർച്ചകൾ ഗണ്യമായി പുരോഗമിച്ചതായിട്ടുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. 2024 വിയറ്റ്നാം റാഫേൽ വാങ്ങുന്നത് പരിഗണിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. 2013 ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു പ്രതിരോധ സഹകരണ കരാറും ഒപ്പുവെച്ചിരുന്നു. വിയറ്റ്നാം ഇപ്പോൾ റഷ്യയിൽ നിന്ന് പിന്മാറുന്നത് ഈ യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, കൂടുതൽ T-90S ടാങ്കുകൾ വാങ്ങാൻ കഴിയുമായിരുന്നു എങ്കിലും ഇപ്പോൾ ഇസ്രായേലിന്റെ സഹായത്തോടെ പഴയ T-54, T-55 ടാങ്കുകൾ നവീകരിക്കാനാണ് വിയറ്റ്നാം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ 2016 വിയറ്റ്നാമിന് മേലുള്ള ആയുധ ഉപരോധം അമേരിക്ക നീക്കി. അതിനുശേഷം വിയറ്റ്നാം അമേരിക്കയിൽ നിന്ന് ഏകദേശം $400 മില്യൺ സൈനിക ഉപകരണങ്ങൾ വാങ്ങിയിട്ടുമുണ്ട്. ഇതുകൂടാതെ അമേരിക്കയുടെ F-16 യുദ്ധവിമാനത്തെ കുറിച്ചുള്ള ചർച്ചകൾ വിയറ്റ്നാമും അമേരിക്കയും തമ്മിൽ നടത്തിയെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. ഏകദേശം $10 ബില്യൺ വാർഷിക പ്രതിരോധ ബജറ്റ് ഉള്ളതിനാൽ F-16 റഫേൽ പോലുള്ള വില കൂടിയ വിമാനങ്ങൾ ഒരേ സമയം വാങ്ങുക വിയറ്റ്നാമിന് അസാധ്യമായിരുന്നു. റഷ്യൻ വിമാനങ്ങളിൽ നിന്ന് പാശ്ചാത്യ യുദ്ധവിമാനങ്ങളിലേക്ക് വിയറ്റ്നാം മാറുകയാണെങ്കിൽ വ്യോമത്താവളങ്ങൾ, അറ്റകുറ്റപ്പണി സംവിധാനങ്ങൾ, ആയുധ സംഭരണം എന്നിവ പൂർണ്ണമായും പരിവർത്തനം ചെയ്യേണ്ടി വരും. നിലവിലുള്ള റഷ്യൻ ആയുധങ്ങളും മിസൈലുകളും ഫ്രഞ്ച് അല്ലെങ്കിൽ പാശ്ചാത്യ വിമാനങ്ങളുമായി പൊരുത്തപ്പെടുകയുമില്ല. ഈ പ്രക്രിയ വളരെയധികം ചിലവേറിയതും സമയമെടുക്കുന്നതുമായിരിക്കും. അതുകൊണ്ട് തന്നെ റഫേൽ യുദ്ധവിമാനങ്ങൾ വിയറ്റ്നാമിലേക്ക് എത്താനും സമയമെടുക്കും. എന്നാലും വിയറ്റ്നാമിന്റെ പ്രതിരോധ ബജറ്റ് പരിമിതമായതുകൊണ്ട് തന്നെ ഇപ്പോഴും വലിയ അളവിൽ റഷ്യയുടെ ആയുധങ്ങളാണ് വിയറ്റ്നാം ഉപയോഗിക്കുന്നത്. എന്നാൽ വിയറ്റ്നാമിന്റെ ഈ മാറ്റം എന്ന് പറയുന്നത് നീണ്ടതും ഘട്ടം ഘട്ടമായിട്ടുള്ളതുമായ ഒരു പ്രക്രിയ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏഷ്യയിലെ പരമ്പരാഗതവും വിശ്വസനീയമായ ഒരു ആയുധ വിപണി റഷ്യക്ക് നഷ്ടപ്പെടുകയാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു ഇടപാട് മാത്രമല്ല, മറിച്ച് ആഗോള ആയുധ വിപണിയിലെ ഒരു പ്രധാനവും ചരിത്രപരവുമായ മാറ്റമാണ്. അതെ, റഷ്യയുടെ പ്രതിരോധ നയതന്ത്രം നഷ്ടപ്പെടുകയാണ്. ദീർഘകാലമായി റഷ്യയെ ആശ്രയിച്ചിരുന്ന വിയറ്റ്നാം ഇപ്പോൾ പ്രതിരോധ സംഭരണത്തിൽ വലിയ മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്. റഫേൽ യുദ്ധവിമാനങ്ങളെ സംബന്ധിച്ച് ഫ്രാൻസുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. ഏഷ്യയിലെ റഷ്യയുടെ പ്രതിരോധ നയതന്ത്രത്തിന് ഒരു പ്രഹരമേൽപ്പിക്കുകയും ആഗോള ആയുധ വിപണിയിലെ ഒരു പ്രധാന തന്ത്രപരമായ മാറ്റത്തെയാണ് ഇത് കാണിക്കുന്നത്. ആഗോള ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ വികസിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ തന്നെ 2025 നിരവധി വെല്ലുവിളികൾ ഉയർന്നിട്ടുണ്ട് എന്ന് റഷ്യൻ അംബാസിഡറും അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിൽ ഗണ്യമായ സ്വാധീനം ഇതിന് ചെലുത്താൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉയർന്ന തലം ഉൾപ്പെടെ എല്ലാ തലങ്ങളിലുമുള്ള സുസ്ഥിരവും ഫലപ്രദവുമായ സംഭാഷണത്തിലൂടെ ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കാൻ ശ്രമിക്കും എന്നും റഷ്യൻ അംബാസിഡർ സ്ഥിരീകരിച്ചിരുന്നു. ഇന്ത്യയാവട്ടെ ഏകദേശം 3.25 ലക്ഷം കോടി രൂപയ്ക്ക് 114 ഫ്രഞ്ച് നിർമ്മിത റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള ചരിത്രപരമായ പ്രതിരോധ കരാറിനാണ് ഇന്ത്യ ഇപ്പോൾ അന്തിമ രൂപം നൽകുന്നത്.
പ്രതിരോധ മന്ത്രാലയം ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ കരാർ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന്റെ ഈ മാസം അവസാനം ഡൽഹി സന്ദർശനത്തിന് മുൻപേ അംഗീകാരം ലഭിക്കും. അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ ആഭ്യന്തര എയറോസ്പേസ് നിർമ്മാണം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാനും കരാർ സഹായിക്കും. മൂല്യത്തിലും തന്ത്രപരമായ വ്യാപ്തിയിലും ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ സംഭരണമായി ഈ കരാർ മാറും. ഇന്ത്യയുടെ സൈനിക ആധുനികവൽക്കരണ നീക്കത്തിലെ ഒരു പ്രധാന നാഴികക്കല്ല് റഫേൽ ഏറ്റെടുക്കൽ വ്യോമസേനയുടെ സ്ക്വാഡ്രൺ ശക്തി കുറയുകയും പ്രാദേശിക സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിക്കുകയും ചെയ്യുന്ന ഈ സമയത്തെ തെളിയിക്കപ്പെട്ടതും യുദ്ധത്തിൽ പരീക്ഷിച്ചതുമായ വിമാനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തന സന്നദ്ധ വേഗത്തിൽ വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഈ ഒരു കരാർ എന്ന് പറയുന്നത് ഏകദേശം 12 മുതൽ 18 വരെ റഫേൽ യുദ്ധവിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് തന്നെ പറന്നു പോകാൻ തയ്യാറായ അവസ്ഥയിൽ ഇന്ത്യയിലേക്ക് എത്തിക്കും. ബാക്കി ഭൂരിഭാഗവും മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിന് കീഴിൽ പ്രാദേശിക വ്യാവസായിക പങ്കാളികളുമായി ചേർന്ന് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും. നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം ഈ ഏറ്റെടുക്കൽ വെറും ഒരു സംഖ്യാ ഗെയിമിനേക്കാൾ കൂടുതലാണ്. റഫേൽ ജെറ്റുകൾ, നൂതന സെൻസറുകൾ, ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ, ദീർഘദൂര സ്ട്രൈക്ക് കഴിവുകൾ എന്നിവയാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഈ ജെറ്റുകൾ ഉപയോഗിച്ച് ആധുനിക വ്യോമ ആധിപത്യവും കൃത്യമായ സ്ട്രൈക്ക് പ്രവർത്തനങ്ങളും നിലനിർത്താൻ ഇന്ത്യക്ക് കഴിയും. ഇവിടെയാണ് അടുത്ത ചോദ്യം ഉയരുന്നത്. എന്തുകൊണ്ട് റഫേലിന് പകരം Su-57 റഷ്യയുടെ സുഖോയ് 57 ഇന്ത്യ തിരഞ്ഞെടുക്കുന്നില്ല? ഇവിടെയാണ് ഇന്ത്യയുടെ തന്ത്രം എന്ന് പറയുന്നത്. റഫേലിന്റെയും Su-57ന്റെയും പ്രവർത്തന പരിചയവും വിശ്വാസ്യതയും. റഫേലിനെ സംബന്ധിച്ചിടത്തോളം 2001 മുതൽ ഫ്രഞ്ച് വ്യോമസേനയിലും പിന്നീട് ഫ്രഞ്ച് നാവികസേനയിലും സേവനമനുഷ്ഠിച്ച റഫേൽ വിവിധ പ്രവർത്തന സാഹചര്യങ്ങളിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. 2007 ഓപ്പറേഷൻ ഹെറാക്കിൾസിന്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാനിലും പിന്നീട് 2011 ഓപ്പറേഷൻ ഹൾമട്ടൻ സമയത്ത് ലിബിയയിലും ഇത് വിന്യസിച്ചിരുന്നു. അതേപോലെ തന്നെ 2014 മുതൽ ഇറാഖിലും സിറിയയിലും ഇത് വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. മരുഭൂമിയിലെ പരിസ്ഥിതികളിലും ചാൾസ് ഡി ഗെല്ലെ പോലുള്ള വിമാനവാഹിനി കപ്പലുകളിലും ഉൾപ്പെടെ വിന്യാസത്തിന്റെ ആദ്യ മാസങ്ങളിൽ തന്നെ റഫേൽ ശരാശരി 90% സാങ്കേതികതയാണ് പ്രകടമാക്കിയത്. അതേസമയം Su-57 2020 ഇത് പരമ്പര നിർമ്മാണത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതിന് വളരെ പരിമിതമായ പ്രവർത്തന പരിചയം മാത്രമേ ഉള്ളൂ. പൂർണ്ണമായും പ്രവർത്തനക്ഷമമായി അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിലും നിലവിൽ ഏകദേശം 10 വിമാനങ്ങൾ മാത്രമാണ് റഷ്യൻ വ്യോമസേനയിൽ സേവനത്തിലുള്ളൂ. 2027 76 വിമാനങ്ങൾ വിതരണം ചെയ്യും എന്നാണ് പറയുന്നത്. ഇത് ഒരേ ഒരു രീതിയിൽ പരീക്ഷിച്ചിരിക്കുന്നത് 2018 2020 ഇടയിൽ സിറിയയിൽ രഹസ്യാന്വേഷണ വിമാനങ്ങൾക്കായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഉയർന്ന ഉയരത്തിലുള്ള വായുവിൽ നിന്ന് ഭൂമിയിലേക്ക് മിസൈൽ വിക്ഷേപണങ്ങൾക്കായി മാത്രമാണ്. ഇതുകൂടാതെ ഇതിന്റെ ഒരു വ്യാവസായിക ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇസ്ഡലിയ 30 എഞ്ചിനുകളുടെ ഡെലിവറിയിൽ വളരെയധികം കാലതാമസമാണ്. ഡിജിറ്റൽ ഫ്ലൈറ്റ് നിയന്ത്രണങ്ങളുടെ ആവർത്തിച്ചുള്ള പരാജയങ്ങൾ, ചില എയർഫ്രെയിം ഭാഗങ്ങളിലെ സഹിഷ്ണുത വൈകല്യങ്ങൾ, സ്റ്റെൽത്ത് പ്രതലങ്ങളുടെ തെറ്റായ ക്രമീകരണം. 2019 ഡിസംബർ ആദ്യത്തെ പ്രൊഡക്ഷൻ Su-57 അതിന്റെ പരീക്ഷണ പറക്കലിന് തൊട്ടു പിന്നാലെ തകർന്നു വീഴുകയും ചെയ്തു. ഇന്ന് വരെ ഉള്ളതിൽ വെച്ച് ഈ Su-57ന്റെ ഒരു ഉപയോക്താവ് റഷ്യയാണ്. ഇന്ത്യ, അൾജീരിയ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇതിൽ അൾജീരിയ ഈ അടുത്തിടെ Su-57 വാങ്ങിയിരുന്നു. ഇന്ത്യയുമായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിലും ഉറച്ച കയറ്റുമതി കരാറുകളൊന്നും ഇതുവരെയും ഒപ്പുവെച്ചിട്ടുമില്ല. ഇങ്ങനെ റാഫേലിനെയും Su-57നെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ സാങ്കേതിക പക്വത, പ്രവർത്തന പരിചയം, വിശ്വാസ്യത എന്നിവയിൽ കാര്യമായ വ്യത്യാസങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട്. ഈ ഒരു തന്ത്രത്തിന്റെ ബേസിലായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യ റഫേലിനെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എങ്കിലും Su-57 വാങ്ങാനുള്ള ഒരു പദ്ധതിയുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന വാർത്തകളുമുണ്ട്. ഇന്ത്യക്ക് പുറമെ ഇപ്പോൾ വിയറ്റ്നാമും ഈ റാഫേലിലേക്ക് തിരിഞ്ഞതോടെ റഷ്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് വളരെയധികം തകർച്ച നേരിട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇതുപോലെയുള്ള വാർത്തകൾ കൊണ്ട് മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.